ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ പലഹാരത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഈ കുനാഫയ്ക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താണെങ്കിലും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. ഈവനിങ്ങിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാനും, ഈവനിങ്ങിലോ അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ബ്രെഡും സേമിയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ പാലുമാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടയും പാലും നന്നായി മിക്സാക്കി കൊടുത്തു. കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇനി നമ്മൾ നന്നായി മിക്സാക്കി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എത്ര പീസസ് വേണം, അല്ലെങ്കിൽ നമ്മൾ എത്ര കുട്ടികൾക്ക് വേണ്ടി എത്ര ഐറ്റം ഉണ്ടാക്കണം വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കാം. ഇപ്പോൾ ഞാൻ 4 പീസസ് ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സേമിയാണ്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഉപ്മാ സേമിയ, ഏത് സേമിയെന്ന് വെച്ചാൽ കുറച്ച് കട്ടി കുറഞ്ഞത് എടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ ഒരു പാനിലിട്ട് ഒന്ന് നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി അങ്ങ് പൊടിച്ചെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പാനിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഉണ്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഈ സേമിയനെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും സേമിയയും ബ്രെഡൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ വേണ്ടത് പാലും മുട്ടയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പഞ്ചസാര ലൈനിയൊക്കെ തയ്യാറാക്കണം കേട്ടോ. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ബ്രൗൺ കളർ വന്നാലാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടി ഭംഗി വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട് അതിന്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് കുറച്ച് നമ്മുടെ ചീസ് പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ഇങ്ങനെ ഷീറ്റ് ആണെങ്കിൽ അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ പീസസ് ആക്കി വെച്ച് കൊടുത്തു. എല്ലാ ബ്രെഡിലും നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബ്രെഡ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ 2 പീസസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മുന്നേ റെഡിയാക്കി വെച്ച നമ്മുടെ പാലും മുട്ടയുള്ള ആ ലിക്വിഡ് ഉണ്ടല്ലോ, ആ മിക്സ്ചർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് നന്നായി ഒന്നിട്ടിട്ട് മുക്കി കൊടുക്കുക കേട്ടോ. ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഈ പാലും മുട്ടയൊക്കെ നല്ലോണം ആവണം. അപ്പോൾ അതിനായിട്ട് നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ ഈ മിക്സ്ചർ ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഈ സേമിയ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ഇനി നെക്സ്റ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റിലേക്ക് ഇതാ ഈ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സേമിയ എല്ലാ ബ്രെഡിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനെ റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ബട്ടറൊക്കെ വെച്ചിട്ട് നമ്മളിതിനെ റോസ്റ്റാക്കി. ഇതല്ല എങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രെഡ് മുട്ടയുടെ മിക്സ്ചറിൽ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് ബട്ടറൊക്കെ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ആ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഈ സേമിയയിലിടാം. എന്നിട്ട് സേമിയ അതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാര ലൈനിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ വെള്ളം വെച്ച് കൊടുത്തു. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. നന്നായി തിളപ്പിക്കുക. നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കില്ല അതുപോലെ അങ്ങ് ചെയ്യാം. തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല മധുരമൊക്കെ വേണം കേട്ടോ. അപ്പോൾ എത്ര മധുരം ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഇടുക. നമ്മൾ ഇപ്പോൾ നമ്മൾ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കില്ല, അതുപോലെയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ചെയ്ത് വെച്ച നമ്മുടെ ഈ ബ്രെഡിലേക്ക് നമ്മൾ ഇതെടുത്ത് ഒഴിക്കുക, പഞ്ചസാര ലൈനി എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ബ്രെഡിന് നല്ല മധുരമൊക്കെ കിട്ടുന്നത്. പിന്നെ ഏലക്കായ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലൊരു മണത്തിനായിട്ട്. അപ്പോൾ അതുകൂടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ലൈനി തയ്യാറായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് നന്നായിട്ട് ആ ലൈനിയിൽ നല്ലോണം മുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതിൻ്റെ ഓരോ പീസസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ തന്നെ. അപ്പോൾ ഇതാ നല്ല ലിക്വിഡി ആയിട്ട് നല്ലൊരു ഫോമിൽ നമുക്ക് ബ്രെഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ പഞ്ചസാര ലൈനി ഒഴിക്കുമ്പോൾ ഈ ബ്രെഡിൽ അതിലിങ്ങനെ കുതിർന്ന് പോകും. അപ്പോൾ നമ്മൾ ഈ ഗുലാബ് ജാമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അതുപോലെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മേലെ സേമിയ കൂടി വന്നതുകൊണ്ട് നമുക്ക് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ കുട്ടികൾക്ക് കൊടുത്ത് നോക്കിയിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചീസ് വെച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും ചീസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ എന്താണെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മക്കൾ എപ്പോഴും വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഡെയിലി ഒരേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവരാരും കഴിക്കാൻ പോകണില്ല. അതുകൊണ്ട് ഇതാ നല്ല സ്വീറ്റാണ്, പിന്നെ ബ്രെഡ് ഉണ്ട്, അതുപോലെ സേമിയ ഉണ്ട്, ചീസ് ഉണ്ട്, കുറേയൊക്കെ ഹെൽത്തിയും ആണ്. അപ്പോൾ അതേ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നമ്മുടെ അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി അങ്ങ് പ്രസ് ചെയ്യണേ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. എന്നാൽ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.